അട്ടിമറി ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ ഒരു നിങ്ങളെ പ്രതിയായി നിങ്ങൾ ചേർത്തതിന് പിന്നാലെ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവസാനഘട്ടമായിട്ട് അച്ഛനും അമ്മനെയും പ്രതി ചേർത്തുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ഈ കേസ് തെളിയണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മൾ രാജേഷ് മേനോനെയാണ് നമ്മുടെ വക്കീലായിട്ട് വേണം പറഞ്ഞു. എന്തുകൊണ്ട് അവർ തരുന്നില്ല? അപ്പോൾ രാജേഷ് മേനോൻ വന്നു കഴിഞ്ഞാൽ CBIക്ക് മുമ്പേ ഒരു പക്ഷേ നമ്മൾ യഥാർത്ഥ പ്രതിയിൽ എത്തിച്ചേരുമോ എന്നുള്ളൊരു ഭയമാണ് അവർ ഏതൊക്കെയോ വക്കീലുമാരെ കൊണ്ടുവന്ന് നമ്മളെ കേസിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സർക്കാർ തരുന്ന വക്കീൽ വലിയ ഉന്നതനായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് തൃപ്തിയാവണ്ടേ? നമുക്ക് വിശ്വാസം രാജേഷ് മേനോനെയാണ്. അപ്പോൾ രാജേഷ് മേനോനെ തരുന്നത് വരെ നമ്മൾ തുടർന്ന് സമരം ചെയ്യുക തന്നെ ചെയ്യും. ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, പിന്നെ CBIയുടെ ആദ്യ സംഘം അന്വേഷിച്ചു, ഇപ്പോൾ രണ്ടാമത്തെ സംഘമാണ് CBIയുടെ അന്വേഷിച്ചിരുന്നത്. ഈ രണ്ടാമത്തെ സംഘം എത്ര തവണ ഇവിടെ വന്ന് നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടാവും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ വരുന്ന സമയങ്ങളും നമുക്ക് എണ്ണിച്ചിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിൽ തൃപ്തി ഉണ്ടായിരുന്നു? അന്വേഷണത്തിൽ തൃപ്തി പറഞ്ഞാൽ ഇവർ ഫസ്റ്റ് വന്ന സമയത്ത് തൃപ്തി പോകാൻ കാരണം ചോദിച്ചാൽ ഫസ്റ്റത്തെ CBI അനന്തകൃഷ്ണൻ വന്ന സമയത്ത് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് ഞങ്ങൾക്ക്. കാരണം സോജൻ അന്വേഷിച്ചത് ശരിയല്ല, സോജൻ കേസ് അട്ടിമറിച്ചു എന്നുള്ളത് പൂർണ്ണ ബോധ്യം വന്നതിൻ്റെ ശേഷമാണ് അനന്തകൃഷ്ണൻ CBIക്ക് കൊടുക്കുന്നത്. അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തൊക്കെയോ പൊടിക്കൈകൾ, അതായത് ഈ ഡമ്മി പരിശോധന അങ്ങനെയൊക്കെ നടത്തി ചെയ്തപ്പം നമുക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവരിൽ. സത്യസന്ധമായിട്ട് അവർ മക്കൾക്ക് നീതി കിട്ടുമെന്നുള്ള രീതിയിൽ അന്വേഷിക്കുകയാണെന്ന് നമുക്ക് ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് സോജൻ എഴുതി വെച്ച ആ സംഭവത്തിനെ തന്നെ ഇവർ നേരെ മറിച്ച് ഇംഗ്ലീഷിലാക്കിയിട്ടാണ് കോടതി കൊണ്ട് കൊടുത്തത് എന്നുള്ളത് നമ്മളറിയുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇതിൽ ഞങ്ങൾക്ക് തൃപ്തിയല്ല എന്ന് പറഞ്ഞ ശേഷമാണ് CBI അനന്തകൃഷ്ണൻ്റെ ടീമിനെ ഒഴിവാക്കിക്കൊണ്ട് പിന്നെ വീണ്ടും CBI ഉമ വന്ന സമയത്തും അന്വേഷണം തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് തന്നെയാണ് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ്, നിങ്ങൾക്ക് മക്കളെ കൊന്നവരെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് 2 മക്കളും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്ത്, കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടാൻ കാരണക്കാരാരാണെന്നുള്ളത് അത് കണ്ടെത്തിയാൽ മതി. ഞങ്ങൾക്ക് അതെങ്കിലും ഒരു ചെറിയൊരു ആശ്വാസമാവില്ല, മക്കളെ പീഡിപ്പിച്ചവരെ കണ്ടെത്തി എന്നുള്ളത്. കൊലയാളിയെ കണ്ടെത്തണ്ട. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതെത്തണമെങ്കിൽ നിങ്ങളെന്തെങ്കിലും തെളിവ്, നമ്മളെന്ത് തെളിവാണ് കൊടുക്കുക? ഇപ്പോൾ ഈ ചെയ്തു പോയ ആൾക്കാരെ നമുക്ക് വിശദമായിട്ട് അറിയുകയോ കാണുകയോ ചെയ്യണമെങ്കിൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അതിനും കൂടിയുള്ള തെളിവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. 2017 മകൾ മൂത്ത കുഞ്ഞ് മരിച്ച സമയത്ത് ഞങ്ങൾക്ക് വലിയ മധുരം സംശയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് SI ചാക്കോ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയ ശേഷം 7 മണിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. രാത്രി 12 മണിക്ക് ഇവിടെയുള്ള ലോക്കൽ നേതാക്കന്മാർ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ആര് വിളിച്ച് പറഞ്ഞിട്ടാണ് വലിയ മധുരം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്? അതന്വേഷിച്ചുകൂടെ ഇവർക്ക്? അവിടെ നിന്ന് തുടങ്ങിയാൽ കൃത്യമായിട്ട് എത്താൻ പറ്റില്ല കൊലയാളിയിൽ. അപ്പോൾ SI ചാക്കോനെ വിളിച്ച് ചോദിക്കട്ടവർ ആര് വിളിച്ച് പറഞ്ഞിട്ടാണ് വലിയ മധുരം നിങ്ങൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടെന്നവർക്ക് അവിടെ നിന്ന് തുടങ്ങാമല്ലോ. ഇവരത് ചെയ്യാത്തതെന്ത്? അപ്പം നമ്മൾക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവരത് ചെവിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? CBIയുടെ പുതിയ സംഘത്തോട് സംശയമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരുപാട് സംശയങ്ങൾ, അതായത് ഞങ്ങൾക്ക് അച്ഛനമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു, സമരസമിതിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ നമ്മൾ ആര് പറഞ്ഞിട്ടും അവരൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവരുടെ വഴി കൂടി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ എന്തിനോ വേണ്ടി സിവിൽ സ്റ്റേഷനിൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഡോക്ടറിനെ കാണിക്കണം പറഞ്ഞു ഞങ്ങളെ. അപ്പോൾ അത് എന്തിനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, സാറേ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് വരുത്തി സംസാരിച്ചൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മന്ദബുദ്ധികളൊന്നുമല്ല, ഞങ്ങൾക്ക് എഴുത്തും വായന അറിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും സംസാരിക്കണമെന്നും പറയുന്നതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് അച്ഛനും അമ്മയും മന്ദബുദ്ധികളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ സാറോട് എൻ്റെ മക്കൾ കെട്ടിത്തൂങ്ങി അതേ സ്ഥലത്ത് ഞാൻ പോയി കെട്ടിത്തൂങ്ങി ചാവും. കാരണം ഞങ്ങൾ ഈ മകനെ വേണ്ടിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനെയും കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാൻ. നിങ്ങൾ ഒരു ഘട്ടത്തിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് വരെ അറിയിച്ചിരുന്നു. പക്ഷേ അന്ന് മാത്രമല്ല എന്നും നമ്മൾ തയ്യാറാണ്. ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ തയ്യാറാണ്. അവർ ഓരോ വാക്കുകൾ പറയല്ലാതെ ആ വാക്കിലൂടെ പ്രവർത്തിക്കുന്നില്ലല്ലോ. സംസാരിക്കുന്നത് പോലെ പ്രവൃത്തിയിൽ വരണ്ടേ, ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സർക്കാരാണെങ്കിൽ നമ്മളോട് പറഞ്ഞു കേസ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥന് തക്കതായി ശിക്ഷ കൊടുക്കുന്നത്. ഇപ്പം എന്താ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോജൻ IPS കൊടുക്കാൻ തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുക അല്ലേ? പ്രതികളെ പിടികൂടാനുള്ള ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ പ്രതികളിൽ കണ്ടെത്തുന്നില്ല. അവർ യഥാർത്ഥ പ്രതികളിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ കുറ്റക്കാരാക്കിക്കൊണ്ട് ചെയ്യാനുള്ള തന്ത്രമാണ് ഇപ്പോൾ വന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതിയെ സമീപിക്കും അടുത്ത ദിവസം? തീർച്ചയായിട്ടും എന്തായാലും നമ്മൾ കോടതിയെ സമീപിക്കും. വരുന്ന 13-ാം തീയതി ജനുവരി 13-ന് മൂത്ത മകൾ മരിച്ചിട്ട് 8 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ സമരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ശക്തമായിട്ട് നമ്മൾ സമര രീതിയായിട്ട് മുന്നോട്ട്. നിങ്ങളെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുപോയതിന് പിന്നിലും വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ.
ഇപ്പം അച്ഛനും അമ്മനെയും പ്രതിപട്ടികയിൽ ചേർക്കണതിൻ്റെ കാരണം തന്നെ ചോദിച്ചെങ്കിൽ യഥാർത്ഥ പ്രതിയിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെ പ്രതികളാക്കിയിരിക്കുന്നത്. ഈ 7 വർഷക്കാലം ഞങ്ങൾ പ്രതികളല്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ പ്രതികളായി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവർക്ക് അറിയാവുന്ന തെളിവുകളെല്ലാം കൊണ്ടുവരട്ടെ, നമ്മൾ നമ്മുടെ വഴിയിലൂടെ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നതെന്ന്? അത് നമുക്കിനി നാളുകളിലേ അറിയുള്ളൂ. അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ പ്രതിയാക്കിയിരിക്കുന്നുള്ളത് നമുക്ക് അന്വേഷിച്ച് അറിയേണ്ട ഒരു വിഷയമാണ്. ഇനി നിയമ പോരാട്ടം തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ, യഥാർത്ഥ പ്രതിയിൽ എത്താൻ വരെ ഞാൻ സമരത്തിന് ഇറങ്ങുമ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കൾക്ക് വേണ്ടി തെരുവിൽ കിടന്ന് മരിക്കാൻ തയ്യാറായിക്കൊണ്ടാണ് സമരത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ യഥാർത്ഥ പ്രതിയിൽ എത്താൻ വേണ്ടി മരണം വരെ പോരാടുന്ന പറഞ്ഞ വാക്ക് വെറുതെയൊന്നുമല്ല. ഇനിയിപ്പോൾ നാളുകളിൽ അങ്ങോട്ടേക്ക് നമ്മൾ നിയമപരമായിട്ട് സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, കോടതിയെ സമീപിക്കും. ഇന്നത്തെ ദിവസം വരെ നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ അവർ നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഓരോ വാർത്തകൾ വരുന്നതും. അപ്പോൾ അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ രീതിയിൽ തന്നെ സമരമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിലെനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥനെ തക്കതായി ശിക്ഷ കൊടുക്കുന്ന പിണറായി സർക്കാർ എന്നോട് പറഞ്ഞിട്ട് ഇപ്പോൾ അവർ CBI ആൾക്ക് IPS കൊടുക്കാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് യഥാർത്ഥ പ്രതിയിൽ ഞങ്ങൾ അവർക്ക് മുമ്പേ എത്തിത്തീരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണമാണ് എനിക്കെന്തെങ്കിലും മനസ്സിലാവുന്നത് അതാണ്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് കട്ടവരിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരിനെ പ്രതികളാക്കുക. ഈ 7 വർഷമായിട്ടും അച്ഛനും അമ്മയും പ്രതിയല്ലായിരുന്നു, ഇപ്പോൾ ഇന്നും ഞങ്ങൾ പ്രതിയായി. ഇപ്പോൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെ പ്രതിയാക്കിയിരിക്കുന്നത്. എനിക്ക് അതിൽ ഇവരിപ്പോൾ ഞങ്ങളെ പ്രതിയാക്കി പറഞ്ഞാൽ എനിക്ക് ഭയമൊന്നുമില്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ എന്തിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഞങ്ങളെ പ്രതിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഭയവും ഇല്ല. ഇവർ ഞങ്ങളെ പ്രതിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ അവർ കൊണ്ടുവരട്ടെ. ഇപ്പോൾ നിങ്ങൾ പ്രതിയാവാനുള്ളൊരു കാരണമായിട്ട് പറയുന്നത്, ഇതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ, പക്ഷേ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നപ്പം ആദ്യത്തെ പെൺകുട്ടി ഇങ്ങനെ ഇത്തരത്തിൽ മോശമായ അനുഭവം നേരിട്ടപ്പോൾ അത് പോലീസിൽ അറിയിക്കാനോ വേണ്ട രീതിയിൽ ആ സമയത്ത് നടപടിയെടുക്കാനോ മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രേരണാ കുറ്റമായി വന്നിട്ടുള്ളത്. എന്താണ്, ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ, എന്തുകൊണ്ടാണ് ഇത് പോലീസിൽ അന്ന് അറിയിക്കുക, അന്ന് തന്നെ ഇത് തടയാനുള്ള ശ്രമം നടത്താതിരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പൊന്നു സാർമാർ, ഞാൻ പറയട്ടെ, മക്കൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത് എപ്പോഴാണ്? അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടുമ്പോഴാണ്. മൂത്ത കുഞ്ഞ് മരിച്ച സമയത്ത് പല തവണ വളരെ സ്റ്റേഷനിൽ ഞങ്ങൾ പോയതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അന്വേഷിച്ച്. അത് ഞങ്ങൾ നേരിട്ട് പോയതല്ല, അത് സ്റ്റേഷനിലുള്ള പോലീസുകാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയിട്ടും ഞങ്ങളെ 10 മണിക്ക് കൊണ്ടിരുത്തിയിട്ട് 2 മണി വരെ പിടിച്ചിരുത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരാതെ തിരിച്ചു വിടുക ചെയ്തത്. ഈ കെമിക്കൽ റിപ്പോർട്ട് കിട്ടാണ്ട് ഒരു സാർ സൈൻ ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് അവർ തിരിച്ചു വിട്ട്. ഒരു പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ 2ാമത്തെ മകളെങ്കിലും രക്ഷപ്പെടുത്താമായിരുന്നു. 2 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇവർ തരുന്നത് എപ്പോഴാണ്? 2ാമത്തെ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തരുന്നത്.